ഇന്ത്യയിൽ കാണപ്പെടുന്ന 5 വിഷം നിറഞ്ഞ പഴങ്ങൾ. അതെ, നമ്മളെല്ലാവരും പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത, കഴിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും അതിനപ്പുറം മരണം വരെ സംഭവിക്കുന്ന പല പഴങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള 5 പഴങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് സ്റ്റാർ ഫ്രൂട്ട്. വൈരപ്പുളി, സോഡാപ്പുളി എന്നീ പേരുകളിലും ഇതിനെ അറിയപ്പെടുന്നു. കേരളത്തിൽ സാധാരണയായി വളരുന്ന ഒരു പഴവർഗ്ഗം അല്ലെങ്കിൽ പുളിയാണ്. 5-6 അഗ്രങ്ങളോട് കൂടി കാണപ്പെടുന്ന ഈ പഴത്തിന് പച്ചയാകുമ്പോൾ നല്ല പുളിയും പഴുത്ത് മഞ്ഞ നിറമായി കഴിഞ്ഞാൽ മധുരവും ചെറിയ പുളിയോട് കൂടിയ ഒരു രുചിയാണുള്ളത്. ഇതിനെ മുറിച്ചു കഴിഞ്ഞാൽ നക്ഷത്രം പോലുള്ള ഷേപ്പ് കാരണമാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന പേര് വന്നത്. ചെറിയ രീതിയിൽ ഈ പഴം കഴിക്കുന്നത് മനുഷ്യന് പ്രശ്നമല്ല. എന്നാൽ വൃക്ക രോഗമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് ദോഷകരമാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുപോലെ ഈ പഴത്തിലടങ്ങിയ പദാർത്ഥങ്ങൾ തലച്ചോറിൽ ന്യൂറോളജിക്കൽ ഡിസോസ്റ്റർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ പഴത്തിനുള്ളിലെ വിഷത്തെ ന്യൂറോടോക്സിക് എന്ന് വിളിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് കശുവണ്ടി. ഇത് കേൾക്കുമ്പോൾ കശുവണ്ടിയിൽ എന്ത് വിഷമാണുള്ളതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെ വറുക്കാത്ത, റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടിയാണ് കുഴപ്പക്കാരൻ. ഉർഷിയോളിൻ എന്ന പേരുള്ള ഒരു തരം വിഷപദാർത്ഥമാണ് ഇത്തരം റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടിയിൽ ഉള്ളത്. ഈ ദ്രാവകം തൊലിയിലായാൽ പോലും ആ ഭാഗത്ത് ചൊറിച്ചിലോ പൊള്ളലോ അനുഭവപ്പെടും. അതുപോലെ ഇത് ശരീരത്തിനകത്തെത്തിക്കഴിഞ്ഞാൽ ശ്വാസതടസ്സം വരെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതിനാൽ നമ്മൾ കശുവണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വീടുകളിൽ സ്വയം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ അത് റോസ്റ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് വരുന്നത് ചൈനാബെറി. മലവേപ്പ് എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. കൂട്ടമായി വളരുന്ന ചെറിയൊരു വൃത്താകൃതിയിലുള്ള മഞ്ഞ നിറത്തിലുള്ള പഴമാണിത്. കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ വിഷാംശം നിറഞ്ഞതാണിത്. ഇത് ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വയറുവേദന, ഛർദി, വിറയൽ എന്നിവയെല്ലാം ഉണ്ടാകാം. കൂടിയ അളവിൽ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് വൈദ്യസഹായം തേടിയില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. ഈ പഴത്തിലടങ്ങിയ മെലിയോടോക്സിൻ എന്ന പേരുള്ള ഒരു തരം വിഷമാണ് ഈ പറഞ്ഞ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. നാലാമതായിട്ട് വരുന്നത് അക്കിപ്പഴം. വർഷത്തിൽ ഏത് കാലത്തും ഉണ്ടാകുന്ന ഒരിനം ചുവപ്പ് നിറത്തിലുള്ള പഴമാണിത്. പെട്ടെന്ന് കണ്ടാൽ കശുമാങ്ങയെ പോലെ തോന്നാം. ചെറുതാകുമ്പോൾ പച്ച നിറത്തിലും പഴുത്താൽ ചുവന്ന നിറത്തിലും ഇത് കാണപ്പെടുന്നു. പശ്ചിമ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ഒരിനം പഴം കൂടിയാണിത്. കറുത്ത വിത്തുകളെ ചുറ്റിപ്പറ്റിയുള്ള ആ മഞ്ഞ കലർന്ന മാംസള ഭാഗം മാത്രമാണ് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അക്കിപ്പഴത്തിന്റെ മൂപ്പ് എത്താത്തതോ പഴുക്കാത്തതോ ആയ ഭാഗം വിഷമുള്ളതിനാൽ തന്നെ ഇത് കഴിക്കാൻ യോഗ്യമല്ല. ഹൈപ്പോഗ്ലൈസിൻ എന്ന പേരുള്ള ഒരു തരം വിഷവസ്തുവാണ് ഇത്തരത്തിൽ മൂപ്പെത്താത്ത അക്കിപ്പഴത്തിൽ കാണപ്പെടുന്നത്. ഇത് അമിതമായി കഴിക്കുന്നതോടെ തലകറക്കം, ഛർദി പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകാം. അഞ്ചാമതായിട്ട് വരുന്നത് മഞ്ചീനിയിൽ. ബീച്ച് ആപ്പിൾ എന്ന പേരിലും ഈ പഴത്തെ അറിയപ്പെടുന്നു. മഞ്ചീനിയിൽ എന്ന വൃക്ഷം ഭൂമിയിലെ ഏറ്റവും അപകടകരമായ മരമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ മരം മുഴുവൻ വിഷമാണ്. ഇതിൽ നിന്നും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെളുത്ത കറ തൊലിയിലായാൽ പോലും കടുത്ത ചൊറിച്ചിലിന് കാരണമാകുന്നു. നമ്മൾ സാധാരണ കാണുന്ന ആപ്പിളിനോട് സമമായ ഒരു പഴമാണ് ഈ മരത്തിൽ കായ്ക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ മുമ്പ് പറഞ്ഞതുപോലെ ബീച്ച് ആപ്പിൾ എന്ന പേര് വിളിക്കുന്നത്. മരത്തെ പോലെ തന്നെ ഈ കായയും വളരെ അപകടം നിറഞ്ഞതാണ്. ഇതുകൊണ്ട് ഈ മരം നിൽക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിയാനായിട്ട് പല അടയാളങ്ങളും ഇതിന്റെ അടുത്ത് വെക്കാറുണ്ട്. പൊതുവെ മനുഷ്യവാസം കുറവുള്ള ഭാഗങ്ങളിലാണ് ഈ മരം അധികവും കാണുന്നത്. അതിനാൽ തന്നെ മനുഷ്യനെ പോലെ ഇത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരുപോലെ വിഷം നിറഞ്ഞതാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ ഇന്റർനെറ്റിൽ ലഭ്യമായ ഡാറ്റകൾ അനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം. ബൈ.